ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. ഇവൻ 162 എന്നൊക്കെ പറയുമെങ്കിലും എന്തൊരു സുഖമുള്ളൂ തള്ളാനൊക്കെ ആയിട്ട്. മറ്റ് വിശേഷം പറയുകയാണെങ്കിൽ നമുക്ക് എൻഡൂറോ 6 നമ്മുടെ ഇന്റർനാഷണൽ സ്പെക്ക് അത് ഏറെക്കുറെ ഒരു നിർത്തിയ സ്കീമാണ്. അതിനെപ്പറ്റി വലിയ വിവരമൊന്നും കേൾക്കാനൊന്നുമില്ല. 390cc വണ്ടികളൊക്കെ 350 ആയിട്ട് കുറയുമെന്ന് പറഞ്ഞു. അത് ഈവൻ ഡോമിനാർ വരെ കുറയുമെന്ന് പറയുന്നുണ്ട്. ഹലോ യൂട്യൂബ്, വെൽക്കം ടു അതർ വീഡിയോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ എടുത്ത വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ KTMന്റെ ഡ്യൂക്ക് 250 ആണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒരു പുതിയ കളർ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ബ്ലാക്ക് കളർ ഡിസ്കണ്ടിന്യൂ ആയിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒപ്പം ഇറക്കിയ ഒരു കളറാണ് ഈ ഒരു അമേസിംഗ് എന്ന് ഞാൻ പറയില്ല, ഭയങ്കര സട്ടിലായിട്ടുള്ള കളറാണ്. KTM ലൈനപ്പിൽ ഒരുപാട് തെറിച്ചിരിക്കാത്ത എന്നാൽ ഭയങ്കര ഒതുങ്ങിയിരിക്കുന്ന ഒരു കളറാണ് കേട്ടോ. അതെടുത്ത് പറയണം. കാരണം ആ ഒരു ഫ്രെയിമും എല്ലാം ബ്ലാക്ക് അടിച്ചപ്പോഴത്തേക്കും വണ്ടി കാണാൻ നല്ലൊരു മെച്യൂർഡ് ലുക്ക് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഒരു വണ്ടിയുടെ ജസ്റ്റ് ഒരു വാക്ക് റൗണ്ട് എടുക്കാമെന്ന് വിചാരിച്ച്. അത് കൂടാണ്ട് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് പറഞ്ഞുതരാം, ലോസ് ഡൗൺ പേയ്മെന്റ് പറഞ്ഞുതരാം, പിന്നെ KTM മൊത്തത്തിൽ ഒരു വിശേഷം പറഞ്ഞുതരാം. ഏതൊക്കെ വണ്ടി നിർത്തും, ഏതൊക്കെ വണ്ടി പോകും, ഏതൊക്കെ വണ്ടി വരും, കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പറഞ്ഞുതരാം. സോ ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് 2026 ഡ്യൂക്ക് 250. മെക്കാനിക്കലി ഒരു മാറ്റില്ല, ഇറ്റ്സ് സെയിം, എവറിത്തിങ് റിമെയിൻസ് സെയിം. പ്രൈസിലും മാറ്റില്ല, പ്രൈസ് വലിയ കാര്യമായിട്ട് കൂടിയിട്ടില്ല, അതും സെയിം തന്നെയാണ്. ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുതരാം. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു LED ഹെഡ്ലൈറ്റ് കാണാനായിട്ട് പറ്റും, വിത്ത് ആ ഒരു DR കാണാം. ഇത് മൂന്ന് പീസാണ്, 1 2 3. പിന്നെ ആ ഒരു LED ഇൻഡിക്കേറ്റർ കാണാം. പിന്നെ 43mm WPയുടെ ആപെക്സ് സസ്പെൻഷൻ കാണാം. ഇത് അഡ്ജസ്റ്റബിൾ അല്ല, നോൺ അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് KTM ഡ്യൂക്ക് 250ക്ക് അഡ്ജസ്റ്റ് സസ്പെൻഷൻ വരുന്നില്ല. കാരണം ഈ ഒരു പെർഫോമൻസിന് ഹീറോ സസ്പെൻഷൻ ഇസ് മോർ ദാൻ ഇനഫ്. കുറച്ചൊന്ന് സ്റ്റിപ്പർ സൈഡ് ആണ്, ബട്ട് ഈ ഒരു എഞ്ചിന് ഈ ഒരു സസ്പെൻഷൻ മതി. പിന്നെ താഴേക്ക് വരുവാണെങ്കിൽ കമ്പയർ ടു ഡ്യൂക്ക് 200 160 ഡിസ്ക് വരുന്നത് ഇപ്പുറത്തെ സൈഡിലാണ്. 320mm വളരെ മാസീവായിട്ട് ഡിസ്ക് കാണാം, വിത്ത് ബൈബ്രിയുടെ കാലിപ്പേഴ്സ് ഉണ്ട്. 100 സെക്ഷൻ്റെ ടയർ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ പുതിയ വരുന്ന KTMൽ അവർ ഈ ഒരു ബൈബ്രി ഡിച്ച് ചെയ്തിട്ട് WPയുടെ കാലിപ്പറായെന്നൊക്കെ ന്യൂസ് കേൾക്കുന്നുണ്ട്. അതിൻ്റെ കുറേ ഫോട്ടോസൊക്കെ ലീക്കായി. ഇന്റർനാഷണൽ മോഡൽ 390ക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് WPയുടെ കാലിപ്പറായിട്ട് മാറി. പിന്നെ മറ്റേ സൈഡ് ഞാൻ പറഞ്ഞു ഒരു അമേസിംഗ് പെയിന്റ് ജോബ് ഉണ്ട്, പറഞ്ഞാൽ നല്ല രസമുണ്ട്. ഇത് മാറ്റാണ്. ഐ മീൻ ഡ്യൂക്ക് 200 ഇങ്ങനെ ഒരു കളറുണ്ട്. ഈ ഒരു മാറ്റ് മൊത്തത്തിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ പറഞ്ഞ ഒരു പ്രീമിയം ഫിനിഷ് തോന്നുന്നുണ്ട്. ചിലർക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര ഒരു രണ്ട് കളർ പോലെ തോന്നിയേക്കാം. പിന്നെ സ്റ്റിക്കർ വൈസ് ഒക്കെ അവർ നന്നായിട്ട് മിനിമൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആകെ പറയാനുള്ളത് ഒരു KTMന്റെ ഒരു സ്റ്റിക്കറും, പിന്നെ ഇവിടെ 250 എന്നുള്ളൊരു സ്റ്റിക്കർ ഉണ്ട്. അത് കൂടാണ്ട് തന്നെ ഇവിടെ ഡ്യൂക്ക് എന്നുള്ളൊരു ചെറിയൊരു സ്റ്റിക്കർ ഉണ്ട്, ഓറഞ്ച് കളർ. അത് മാത്രമാണ് ഒന്ന് തെറിച്ചിരിക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു എഞ്ചിൻ, ആ ഒരു പുതിയ ഫ്രെയിമിൽ തൂക്കിയിട്ടേക്കുന്ന ആ ഒരു എഞ്ചിൻ 250cc SOIC ആയിട്ടുണ്ട്. അതാണ് ഞാൻ പുതിയ എഞ്ചിൻ എന്ന് പറയാൻ ഉദ്ദേശിച്ചത്. പഴയത് DOIC ആയിരുന്നു, LC4C. ദാറ്റ് മീൻസ് ലിക്വിഡ് കൂൾഡ് 4 വാൽവ് കോമ്പാക്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. പെർ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 31 ഹോഴ്സ് പവർ അറ്റ് അറൗണ്ട് 9000 RPM മേളാണ് ഇരിക്കുന്നത്. ആൻഡ് 25 Nm ടോർക്ക്. ഇംപ്രസീവ് ആണ്. ബട്ട് ഈ വണ്ടിക്ക് ലോ ആൻഡ് ടോർക്ക് അല്ലെങ്കിൽ ലോ ആൻഡ് പെർഫോമൻസ് പറയുന്നത് വളരെ കുറച്ചൊന്ന് വീക്കർ സൈഡാണ്. വളരെ ഗ്രാജുവലിയാണ് വണ്ടി കയറുന്നത്, വളരെ ലീനിയർ ആയിട്ട് അല്ലെങ്കിൽ വളരെ പ്രോഗ്രസീവ് ആയിട്ടാണ് വണ്ടി കയറുന്നത് തന്നെ. എവിടെയാണ് ഇതിൻ്റെ പവർ ഇരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് 3000 to 9000 RPM ബാൻഡ് വിഡ്ത്തില്ലേ, അവിടെയാണ് RPM ഇല്ലേ, അവിടെയാണ് അതിൻ്റെ പവറും കാര്യങ്ങളും ഇരിക്കുന്നത്. അതും എടുത്തെറിയുന്ന തരത്തിലുള്ള പവറൊന്നുമില്ല, വളരെ മെച്യൂർഡ് ആയിട്ടുള്ള പവറാണ്. ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഡ്യൂക്ക് 200ലും ലെസ് അഗ്രസീവ് ആണ് ഡ്യൂക്ക് 250 എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി ഒരു മെച്യൂർഡാണ്, കുറച്ചും കൂടി മെച്യൂർഡ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് ഇറക്കിയ വണ്ടിയാണ്. അത് ഡ്യൂക്ക് 200 ഒക്കെ ഓടിച്ചു മതിയായി. ആ ഒരു ഇനി ഒന്ന് മര്യാദക്കൊക്കെ ഓടിക്കണം. എന്നാൽ KTM ഫാമിലി എന്നുള്ളൊരു വണ്ടി വേണം. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള 390 വേണ്ട എന്നുണ്ടെങ്കിൽ ഡ്യൂക്ക് 250 ഒരു പെർഫെക്റ്റ് ചോയ്സ് തന്നെയാണ്. മൈലേജ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അറൗണ്ട് ഒരു 28 to 35 അതാണ് എൻ്റെ ഒരു മൈലേജ് റേഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് ടാങ്ക് കപ്പാസിറ്റി കമ്പയർ ടു പഴയ ഡ്യൂക്ക് Gen 2 ഒരു വലിയ ടാങ്കാണ്. ഞാൻ പറഞ്ഞു ഇത് മെറ്റൽ ടാങ്കാണ്, ഈ എക്സ്റ്റൻഷൻ പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഞാൻ പറഞ്ഞു ഇത് സ്പ്ലിറ്റ് ഫ്രെയിം ആണ്. നമുക്ക് ഇവിടെ സ്റ്റീൽ ഫ്രെയിം കാണാം, ഇവിടെ അലുമിനിയം ഫ്രെയിം കാണാം. നിങ്ങൾ ഈ കാണുന്ന പീസൊക്കെ ഈ ഒരു പെയിൻറ്റഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് അല്ല, ഇതൊക്കെ മെറ്റലാണ്. അപ്പോൾ നിങ്ങൾ കാലൊക്കെ എടുത്തൊക്കെ സൂക്ഷിക്കുക. ഇവിടെ അടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നല്ല വേന എടുക്കും. പിന്നെ ടെയിൽ ലൈറ്റ് ഇങ്ങനെ പൊട്ടാണ്ടിരിക്കാനായിട്ട്, കൈവശം പൊട്ടാണ്ടിരിക്കാനായിട്ട് ഒരു മെറ്റൽ പീസ് ഇങ്ങനെ പോയിട്ടുണ്ട്. ഇത് മെയിൻലി നമ്മൾ ഈ ലഗേജ് ഒക്കെ തൂക്കിയിട്ടില്ലേ, അപ്പോൾ ഇങ്ങനെ ഇടിച്ചിട്ട് ഇത് പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സീറ്റ് കംഫർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡീസൻ്റ് എന്നേ പറയുള്ളൂ, ബട്ട് സീറ്റ് ക്വാളിറ്റി പറയണം, നല്ല രസമുണ്ട്. എന്തുകൊണ്ടാണ് കംഫർട്ടബിൾ അല്ല എന്ന് പറയാൻ കാര്യം, ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻറ്റയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിടത്ത് ഇരുന്നുണ്ടല്ലോ, പിന്നെ അങ്ങോട്ട് ഒരുപാട് അനങ്ങാൻ പറ്റില്ല, ഒരു ലിവറേജ് ഇല്ല. അതിൻ്റെ മെയിൻ റീസൺ പീസ് ഉണ്ട്, ഈ ഇടയ്ക്ക് ഇരിക്കുന്ന ഒരു പ്ലാസ്റ്റിക് പീസ്. ഇതാണ് ഒരു വില്ലൻ എന്ന് പറയുന്നത്. നമ്മുടെ ഹിപ്പൊക്കെ ഒരുപാട് വീതി വണ്ണമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാകും, ബട്ട് അൺകംഫർട്ടബിൾ അല്ല, നിങ്ങൾ യൂസ്ഡ് ആവും. ഞാൻ പറഞ്ഞാൽ കുറച്ചും കൂടി പൊക്കവും വണ്ണമുള്ളവർക്കാണ് ഈ ഒരു ഇഷ്യൂ വരാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, പിന്നെ സസ്പെൻഷൻ കാണാം, ഓഫ്സെറ്റ് ആണ്. അതായത് സസ്പെൻഷൻ ഇരിക്കുന്നത് വണ്ടിയുടെ റൈറ്റ് സൈഡിലാണ്. അഡ്ജസ്റ്റബിൾ, പ്രീലോഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള WPയുടെ APEX സസ്പെൻഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിരിക്കുന്ന റൈറ്റ് സൈഡിലാണ്. കാരണം സ്വിംഗാം ഒരു ചേഞ്ച് ചെയ്തു. എന്തിനാണ് സ്വിംഗാം ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എയർ ബോക്സ് വലുതാക്കാനായിട്ടാണ്. പിന്നെ കാണാം ബനാന ഷേപ്പ് സ്വിംഗാം കാണാം, വളരെ മാസീവ് ആണ് കേട്ടോ. കമ്പയർ ടു ആ ഒരു 200 ലൈറ്റ് വെയിറ്റ് സ്വിംഗാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇത് ഭയങ്കര വലിയൊരു സ്വിംഗാമാണ്, കാണാൻ നല്ല രസമുണ്ട്. ഓക്കെ, പിന്നെ ഇതിനും 100 ബെല്ലി എക്സോസ് ആണ് വരുന്നത്. പാർട്സ് ക്വാളിറ്റി ഒക്കെ
സൂപ്പറാണ്, നല്ല പ്രീമിയമായിട്ട് തോന്നുന്നു. ബാക്കിൽ നോക്കുകയാണെങ്കിൽ ആ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വീൽസ് കാണാം. 230 mm സ്കാൻഡാക്കി ബൈബിളുടെ ബ്രേക്സ് ആണ്. 2 റൈഡ് മോഡും വരുന്നുണ്ട്, 2 ABS മോഡും വരുന്നുണ്ട്. നമുക്ക് സൂപ്പർ മോട്ടോയും വരുന്നുണ്ട്, റോഡും വരുന്നുണ്ട്. അതായത് റിയർ ABS കംപ്ലീറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ മോട്ടോ നമുക്കതിനെ സ്കിഡ് വെച്ച് കളിക്കാം. അപ്പോൾ അത് ഇതുണ്ട്, ഇവിടുത്തെ കുറച്ച് മണ്ണ് വഹിക്കുന്നുണ്ട്. അത് ഞാനൊന്ന് സൂപ്പർ മോട്ടോ ഇട്ട് തെന്നിച്ചതാണ്. എനിക്ക് ട്രാക്ഷൻ കൺട്രോളും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പിന്നിലെ വീൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 150 സെക്ഷൻ ടയർ വരുന്നുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ക്ലിയർഡ് ആയിട്ടുള്ള ടൈലൈറ്റ് ആണ്. പിന്നെ ഇന്റർനാഷണൽ മോഡലും ഇന്ത്യൻ മോഡലും വെച്ചിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. ഇന്റർനാഷണൽ മോഡൽ ഡ്യൂക്ക് 250 ആൻഡ് ഡ്യൂക്ക് 390 സീറ്റ് ആയിട്ട് കുറച്ച് കൂടുതലാണ്, കുറച്ചും കൂടി ബാക്ക് പൊങ്ങിയിരിക്കും, അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അവർ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ മാറ്റം വരുത്തി, സോ സീറ്റ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. വേറെ ഇന്റർനാഷണൽ മോഡൽ 820+ എന്തോ ഉണ്ട്. പിന്നെ സാരി ഗാർഡ് ഉണ്ട്, പിന്നെ ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ഉണ്ട് വിത്ത് സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട് ആൻഡ് അസിസ്റ്റ് വരുന്നുണ്ട്. സോ റിയർ വീല് ലോക്ക് ആവില്ല, ഹോപ്പ് ആവില്ല. അത് കൂടാണ്ട് തന്നെ നമുക്ക് ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ടുള്ള ക്ലച്ച് പുള്ളും കിട്ടും. ഭയങ്കര പറഞ്ഞിട്ടോ ക്ലച്ചൊക്കെ വളരെ ലൈറ്റാണ്. ബട്ട് സാഡ്ലി നമുക്ക് അഡ്ജസ്റ്റബിൾ ക്ലച്ച് ലിവേഴ്സോ ബ്രേക്ക് ലിവേഴ്സോ ഈ വണ്ടിക്ക് വരുന്നില്ല, വിച്ച് ഷെയിം. അത് കൊടുക്കായിരുന്നു. നമ്മുടെ ഡ്യൂക്ക് 390 അത് വരുന്നുണ്ട്, ഇതിനത് കൊടുത്തില്ല. പിന്നെ മിറേഴ്സ് മാറ്റി, ആദ്യം ഡോമിനാൻ്റെ പോലത്തെ മിറർ ആയിരുന്നു, അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മുടെ ഇന്റർനാഷണൽ എക്സ്പോർട്ട് വേർഷൻ മിറർ തന്നെ ആക്കിയിട്ടുണ്ട്. പക്ഷേ എന്നോട് ചോദിക്കുകയാണ് എനിക്ക് ആ ഡോമിനാൻ്റെ മിററാണ് ഇഷ്ടപ്പെട്ടത്, കാരണം അത് കുറച്ചും കൂടി ഒന്ന് ഷാർപ്പായിരുന്നു കമ്പയർഡ് ടു ദിസ് വൺ. ഇത് കുറച്ചൊന്ന് റൗണ്ടഡ് ആണ്. അപ്പോൾ കയറിയിരിക്കുവാണെങ്കിൽ നമ്മൾ നോട്ടീസ് ചെയ്യുന്നത്, ഞാൻ ആദ്യം പറഞ്ഞു ഇന്റർനാഷണൽ വേർഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വണ്ടിക്ക് സീറ്റ് ആയിട്ട് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് നോക്കി പ്ലാനറ്റ് ഫുട്ടും കഴിഞ്ഞ് മുട്ട് ചെറുതായിട്ട് മടങ്ങിയാണ് ഇരിക്കുന്നത്. ഇരിക്കുമ്പോൾ തന്നെ സസ്പെൻഷൻ ഒന്ന് ഡ്രോപ്പ് ആവുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞു, സസ്പെൻഷൻ നന്നായിട്ട് ട്യൂൺ ചെയ്തിട്ടുണ്ട്. എക്സ്പൾസ് ഇരിക്കുമ്പോൾ ബാക്ക് സസ്പെൻഷൻ താഴില്ലേ, ആ ഒരു ഫീൽ പോലെ തോന്നുന്നുണ്ട് ഏറെക്കുറെ. പിന്നെ ഈ ഒരു വ്യൂ പറഞ്ഞു കേട്ടോ, എൻ്റെ പൊന്നെ എന്തൊരു വൈഡാണോ വണ്ടി. കമ്പയർ ടു പഴയ ജെൻ 2 ഇത് ഭയങ്കര വൈഡായിട്ട് തോന്നുന്നുണ്ട്, ബട്ട് ഭയങ്കര താന്ന് പോയൊരു ഫീൽ വരുന്നുണ്ട്. പഴയതിൻ്റെ ഇവിടെ നിന്നൊക്കെ ടാങ്ക് എക്സ്റ്റൻഷൻ പോലെ തോന്നും, ഇത് ഭയങ്കര താന്നിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. പിന്നെ ഹാൻഡിൽ ഒരുപാട് വൈഡല്ല, വൈഡ് പോലെ തോന്നും. അതിൻ്റെ റീസൺ എന്ന് പറയാൻ കാര്യം ഒരു ബാറിൻ്റെ ആണ്. ഈ ബാറിൻ്റെ ഉള്ളതുകൊണ്ടാണ് ഭയങ്കര വൈഡായിട്ട് തോന്നുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഹൈ ബീം കാണാം, പാസ്, ഹസാർഡ്, ജോയിസ്റ്റിക്ക്, അപ്പ് ആൻഡ് ഡൗൺ, എൻ്റർ, ബാക്ക്, ഇൻഡിക്കേറ്റർ ആൻഡ് ഹോൺ. ഇപ്പുറത്തെ സൈഡിൽ എൻജിൻ ഗിൽ സ്വിച്ച് ആൻഡ് സ്റ്റാർട്ടറും വരുന്നുണ്ട്. അവർക്ക് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യായിരുന്നു. ഈ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര ക്ലംസിയാണ്. നമ്മൾ ഭയങ്കര സ്പഞ്ചി എഫക്റ്റാണ് പിടിക്കുമ്പോഴൊക്കെ. ഒരു സുഖമില്ല, ഒരു ടിക് ടിക് ആ ഒരു ഫീലില്ലേ, അത് കിട്ടുന്നില്ല. അപ്പോൾ ഗായ്സ് ഡാഷ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് റെഡി ടു റേസ് എന്നൊക്കെ കാണാം. ഞാൻ പറഞ്ഞു ഇതിൽ ബാക്ക് ലൈറ്റ് സ്വിച്ച് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇരുട്ടത്തൊക്കെ ഇതൊക്കെ ഇലിമിനേറ്റ് ചെയ്തിരിക്കും, നല്ല രസമാണ് കാണാനായിട്ട്. വണ്ടിയുടെ ഡാഷ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എസ്കേപ്പ് അടിച്ചിട്ട് ക്ലോസ് ചെയ്യുക. ഓക്കെ, എൻജിൻ സ്വിച്ച് ഓൺ ആക്കി കൊടുക്കാം. ഇവിടെ ടൈം കാണാം, ടൈം തെറ്റാണ്. എൻജിൻ വാർണിംഗ് ലൈറ്റ്, ABS, ഗിയർ പോഷൻ ഇൻഡിക്കേറ്റർ, പിന്നെ കൂളൻ്റ് ടെമ്പറേച്ചർ, കൂളൻ്റ് കുറവാന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു 2 മോഡുണ്ട്, സ്ട്രേറ്റും വരുന്നുണ്ട്, ട്രാക്കും വരുന്നുണ്ട്. വലിയ വ്യത്യാസമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ABSൻ്റെ സെൻസിറ്റിവിറ്റി മാത്രമേ വ്യത്യാസമുള്ളതെന്നാണ് എനിക്ക് തോന്നണേ. പിന്നെ റോഡ്, ABS മോഡ് ഞാൻ പറഞ്ഞു, റോഡും വരുന്നുണ്ട്, സൂപ്പർ മോട്ടോം വരുന്നുണ്ട്. ഫ്യൂൽ എക്കോണമി ആണെന്ന് തോന്നുന്നു കാണിക്കുന്നുണ്ട്. വണ്ടി അത് ഓടിയിട്ടില്ല, ഫ്രഷ് ഇപ്പം ഇറക്കിയുള്ളൂ. പിന്നെ ബാറ്ററി, പിന്നെ മാക്സ് സ്പീഡ് 55 കയറിയിടയ്ക്ക്, ട്രിപ്പ് 1 അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഇവിടെ നോക്കിയിട്ടാണ് മെനുവിൽ കയറുന്നത്. മെനു നോക്കുകയാണെങ്കിൽ വാവ്, ലുക്ക് അറ്റ് ദ വ്യൂ മാൻ, ഒരു രക്ഷയില്ല കേട്ടോ. ഈ വണ്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയട്ടെ, നമ്മൾ ഈവൻ മെനുവിൽ കയറിയാൽ പോലും ഇവിടെ സ്പീഡും ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്ററും കാണിക്കുന്നുണ്ട്. സോ നമുക്ക് ഓൺ ദ ഗോയ്ക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും വിത്തൗട്ട് ആ ഒരു സ്പീഡ് ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്ററും ലൂസ് ആവാണ്ട് തന്നെ. 2 റൈഡ് മോഡുണ്ട്, സ്ട്രീറ്റും വരുന്നുണ്ട്, ട്രാക്കും വരുന്നുണ്ട്, ട്രാക്കിലിടാം. പിന്നെ ABS മോഡുണ്ട്, റോഡും ഉണ്ട്, സൂപ്പർ മോട്ടോയും ഉണ്ട്. കണ്ടോ, റിയർ ചാനൽ ABS ഡിസെൻഗേജ് ആയാണ്. പിന്നെ ബാക്ക് അടിക്കുകയാണെങ്കിൽ നമുക്ക് ബൈക്ക് ഇൻഫോ, അതായത് കൂൾ ടെമ്പറേച്ചർ, ഫ്യൂവൽ റേഞ്ച്, ബാറ്ററി, സർവീസ്, അങ്ങനെ ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും. വാർണിംഗ്സ് 2 കാണിക്കുന്നുണ്ട്, ലോ ഫ്യൂവലാണ് കാണിക്കുന്നത്. പിന്നെ എന്താ പറയുക, ട്രിപ്പ് 1, ട്രിപ്പ് 2 അങ്ങനെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. ഇത് നാവിഗേഷൻ ആണ് കേട്ടോ. നാവിഗേഷനും മ്യൂസിക് കൺട്രോളാണ്. അത് നമ്മൾ ഫോൺ കണക്ട് ചെയ്ത് ബ്ലൂടൂത്തായിട്ട് പെയർ ചെയ്താലേ അത് വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഇവിടെ ഫേവറേറ്റ്, അതായത് നമുക്ക് ഇവിടെ എന്ത് ഫേവറേറ്റ് കാണിക്കണം എന്നുള്ളത് അസൈൻ ചെയ്തിടാം. ക്വിക്ക് സെലക്ടർ, നമുക്ക് ഈ അപ്പ് ആൻഡ് ഡൗൺ കീയിൽ നമുക്ക് അസൈൻ ചെയ്തിടാം എന്ത് കാണണം എന്നുള്ളത്. പിന്നെ കണക്ടിവിറ്റി ഞാൻ പറഞ്ഞു, ബ്ലൂടൂത്തായിട്ട് പെയർ ചെയ്യാം. ക്വിക്ക് ഷിഫ്റ്റർ പ്ലസ് ഉണ്ട്, അതായത് അപ്പ് ആൻഡ് ഡൗൺ ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട് വണ്ടിക്ക്. അതായത് നമുക്ക് ക്ലച്ച്ലെസ് ആയിട്ടുള്ള അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഷിഫ്റ്റ് ലൈറ്റ് ഉണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഫ്രണ്ടിന് കൊടുക്കുകയാണ് ബട്ട് പേടി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5000 RPM ഷിഫ്റ്റ് ലൈറ്റ് ഇടാം. അപ്പോൾ പുള്ളി പേടിച്ചിട്ട് ഷിഫ്റ്റ് ചെയ്തോളൂ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ക്ലോക്ക്, ടൈം, യൂണിറ്റ്സ്, മൈൽസ് പെർ അവർ അങ്ങനെയൊക്കെ മാറ്റിയിടാനാണ്. ഇംഗ്ലീഷ് മൈൽസ് പെർ അവർ ഉണ്ടോ നോക്കട്ടെ. യെസ്, മൈൽസിലും കാണിക്കുന്നുണ്ട്. സോ ഇറലവൻ. പിന്നെ സെൽഷ്യസ് ഇതൊക്കെ എന്തിനാണാവും, അതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ലാംഗ്വേജ്, എക്സ്ട്രാ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ കോള്, ഓഡിയോ, നാവിഗേഷൻ, ക്വിക്ക് ഷിഫ്റ്റർ പ്ലസ്, അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ ഡാഷ്. ഇതാണ് മൊത്തത്തിലുള്ള ഡാഷിൻ്റെ വ്യൂ. നമ്മൾ ചെറുതായിട്ട് മാറിയില്ലേ, അതെ ട്രാക്കിലിട്ടപ്പോഴത്തേക്കും വ്യൂ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ലുക്സ് റിയലി നൈസ്. ജസ്റ്റ് വണ്ടിയുടെ എക്സോസോടെ ഒന്ന് കേൾപ്പിച്ച് തരാം. ഇത്രയും തിരക്കുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് കൈ കൊടുക്കുന്നില്ല, ജസ്റ്റ് ഐഡിലിങ് മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ. കേട്ട് നോക്കാം.
ഓ സോ റിഫൈൻ മാൻ. ഞാൻ പറയാൻ വിട്ടുപോയി, വണ്ടിക്ക് റൈഡ് ബൈ വയറാണ് വരുന്നത്, ഫിസിക്കലായിട്ടുള്ള കേബിളൊന്നുമില്ല. സോ ബട്ടർഫ്ലൈ വാൽവ് ഓപ്പണിംഗ് ക്ലോസിങ് കൺട്രോൾ ചെയ്യുന്നത് ഇതിൻ്റെ ഇൻപുട്ട് അനുസരിച്ചിട്ടാണ്. സോ അതിൻ്റെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ, ശരിക്കും വളരെ സ്മൂത്തായിട്ട് തോന്നുന്നുണ്ട്. ഓ സോ റിഫൈൻ മാൻ. നമുക്ക് ഒരുപാട് കൈ കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഇതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂവൽ കുറവാണെങ്കിൽ വണ്ടി നല്ല മിസ്സിങ് കാണിക്കും. നമുക്ക് കൊച്ചിയിൽ ഈ വണ്ടിക്ക് ഇപ്പോൾ ഓൺ റോഡ് വരുന്നത് 2,82,000 എങ്ങാണ്ടാണെന്ന് തോന്നുന്നത്. ഞാൻ കൃത്യമായിട്ട് താഴ്ത്തി കാണിച്ചു തരാം. അതായത് ഡ്യൂക്ക് 200-ലും 40,000 രൂപ കൂടുതൽ. ഡ്യൂക്ക് 200-ന് 2,41,000, ഇത് 2,82. സോ അറൗണ്ട് 41,000 എക്സ്ട്രാ. ഈ 41,000 എക്സ്ട്രാ കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻറ്റ് മോട്ടോർ സൈക്കിൾ തന്നെ കിട്ടും. പുതിയ ഷാസി, പുതിയ സ്വിംഗ് ആം, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. സോ കമ്പയർ ചെയ്യാനേ പറ്റില്ല. പിന്നെ എല്ലാ വണ്ടികളും, അതായത് 390cc വണ്ടികളൊക്കെ 350 ആയിട്ട് കുറയുമെന്ന് പറഞ്ഞു. അത് ഈവൻ ഡോമിനാർ വരെ കുറയുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എൻഡൂറോ മോഡൽ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. കറൻറ്റ്ലി ഇന്ത്യൻ സ്പെക്ക് മാത്രമേ ഉള്ളൂ, ഇൻ്റർനാഷണൽ സ്പെക്ക് ഇല്ല. ആ ഒരു ഭയങ്കര സീറ്റ് ആയിട്ടുള്ള വണ്ടി ആ സാധനം അതിപ്പോൾ ഇല്ല നിലവിൽ. വണ്ടി ഇപ്പോൾ നിലവിൽ ഡിസ്കണ്ടിന്യൂ ചെയ്തേക്കണം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ KTM-ൻ്റെ RC 390 മാത്രമേ ഇപ്പോൾ നിലവിൽ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ എൻഡൂറോ 6 ഇപ്പോൾ ഒരു അറിയില്ല അതിൻ്റെ അവസ്ഥ എന്താണെന്ന്. അത്രയ്ക്കത്തുള്ള വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, cheers.